അറ്റ്ലസ് രാമചന്ദ്രനെ തകർത്ത അതേ ദുബായ് പക റോയിയെയും കുടുക്കിയോ? ദക്ഷിണേന്ത്യയിലെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനും ആത്മവിശ്വാസത്തിന്റെ പര്യായവുമായ ഡോക്ടർ CJ റോയിയുടെ മരണം മലയാളിക്ക് സമ്മാനിക്കുന്നത് മറ്റൊരു തീരാവേദനയാണ്. ബിസ്ക്കറ്റ് രാജാവായിരുന്ന രാജൻ പിള്ളയും ജനകോടികളുടെ വിശ്വസ്തനായിരുന്ന അറ്റ്ലസ് രാമചന്ദ്രനും വഴിമധ്യേ വീണുപോയതിന് സമാനമായ മറ്റൊരു ദുരന്തത്തിനാണ് ബംഗളൂരു സാക്ഷ്യം വഹിച്ചത്. കേവലം 1 മണിക്കൂർ നീണ്ട ആദായനികുതി വകുപ്പിന്റെ ചോദ്യം ചെയ്യലിന് പിന്നാലെ സ്വന്തം ഓഫീസിലെ വെടിയൊച്ചയിൽ ആ ജീവിതം അവസാനിക്കുമ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത് കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലുകളെക്കുറിച്ചാണ്. അറ്റ്ലസിന് സമാനമായ തൃശ്ശൂരുകാരന്റെ ജീവിതം തൃശ്ശൂരുകാരനായ അറ്റ്ലസ് രാമചന്ദ്രന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട ഗൾഫിലെ ബിസിനസ് ശത്രുക്കളാണ് അദ്ദേഹത്തെ തകർത്തതെന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ ദുബായ് ആസ്ഥാനമായി ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ CJ റോയിയെ തകർക്കാൻ പിന്നിൽ പ്രവർത്തിച്ചതും ഇതേ ദുബായ് പകയാണോ എന്ന സംശയം ശക്തമാണ്. 2019 കഫേ കോഫി ഡേ സ്ഥാപകൻ VG സിദ്ധാർത്ഥയുടെ ആത്മഹത്യ സൃഷ്ടിച്ച വിവാദങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് 6 വർഷത്തിനിപ്പുറം റോയിയുടെ മരണത്തിലും നിഴലിക്കുന്നത്. ടാക്സ് ടെററിസത്തിന്റെ ഇരയാണ് റോയി എന്ന് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. സിനിമയും കാരുണ്യവും മലയാളിക്ക് സുപരിചിതൻ. ബിസിനസ്സിനപ്പുറം മോഹൻലാലിന്റെ മരക്കാർ ഉൾപ്പെടെയുള്ള സിനിമകളുടെ സഹനിർമ്മാതാവായും പ്രളയബാധിതർക്ക് 100 വീടുകൾ നിർമ്മിച്ചു നൽകിയതും അദ്ദേഹം മലയാളിക്ക് സുപരിചിതനായി. ബിഗ് ബോസ്, സ്റ്റാർ സിംഗർ തുടങ്ങിയ പരിപാടികളിലൂടെ ഓരോ മലയാളി വീട്ടിലും റോയ് എന്ന പേര് പരിചിതമായിരുന്നു. കടമില്ലാതെ ബിസിനസ് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നയം. 165ലധികം പ്രോജക്റ്റുകളും 15,000-ലേറെ ഉപഭോക്താക്കളുമായി റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഇതിഹാസമായി വളർന്ന ആ ചാണക്യനെ തളർത്തിയത് ആദായ നികുതി വകുപ്പിന്റെ തുടർച്ചയായ റെയ്ഡുകളാണെന്ന് കുടുംബം ആരോപിക്കുന്നു. കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടന്ന റെയ്ഡിനിടെ അദ്ദേഹം എന്തിന് ഈ കടുത്ത തീരുമാനമെടുത്തു എന്നത് ഇപ്പോഴും ദുരൂഹമാണ്. കർണാടക CID അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ആ വെടിയൊച്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് ബിസിനസ് ലോകം. രാജൻ പിള്ളയെയും അറ്റ്ലസിനെയും പോലെ മറ്റൊരു മലയാളി കൂടി ബിസിനസ് ചതുരംഗത്തിലെ ബലിയാടാവുകയാണോ? കാലം ഉത്തരം നൽകേണ്ട ചോദ്യമാണിത്. The Hourly News, truth every hour.